ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ലെസണായ ഉണ്ണിക്കുട്ടൻ ഗോസ് ടു സ്കൂൾ എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഉണ്ണിക്കുട്ടൻ ആദ്യമായിട്ട് അവൻ്റെ സ്കൂളിലേക്ക് പോകുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. ആ ഒരു സമയത്ത് മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കളർഫുള്ളായിട്ടുള്ള ചെറിയ കുടയൊക്കെ നിവർത്തി ബാഗൊക്കെ ധരിച്ചാണ് അവൻ സ്കൂളിലേക്ക് പോകുന്നത്. അവൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ, അതായത് റോഡിലൂടെ വലിയ ലോറികളൊക്കെ കടന്നു പോകാറുണ്ട്. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ടയറ് വെള്ളത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അരികിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് വെള്ളമൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാതിരിക്കാൻ, യൂണിഫോമിലൊന്നും ചെളിയൊന്നും ആവാതിരിക്കാനായിട്ട് അവനും അച്ഛനും ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും ഭാഗ്യവശാൽ അവർ പോകുന്ന സമയത്ത് അങ്ങനെയുള്ള വലിയ ലോറികളൊന്നും അതിലൂടെ പോയിട്ടില്ല എന്നുള്ളത് വരെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, നല്ല മഴയുണ്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടനും അച്ഛനും കൂടെ സ്കൂളിലേക്ക് പോകുന്നൊരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഉണ്ണിക്കുട്ടൻ വാസ് സ്ട്രക്ക് ബൈ ദ ക്രൈസ് ഓഫ് ക്രോസ്. ക്രൈസ് ഓഫ് ക്രോസ് എന്ന് പറഞ്ഞാൽ കാക്കകളുടെ കരച്ചിലാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഈ കാക്കകളുടെ കരച്ചിൽ കേട്ടിട്ട് സ്തബ്ധമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വൈ വർ ദേ മേക്കിംഗ് സച്ച് എ നോയ്സ്? എന്തുകൊണ്ടാണ് ഈ കാക്കകൾ ഇത്തരത്തിലുള്ള നോയ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശബ്ദം, അല്ലെങ്കിൽ അവർ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ഉണ്ണിക്കുട്ടൻ ചോദിക്കുകയാണ്. ഹി വണ്ടേർഡ് മീൻസ് എന്താണ്? ആശ്ചര്യപ്പെട്ടു അല്ലെ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കരയുന്നത് എന്ന് ആലോചിച്ചിട്ട്. The rain must have brought down their nest on the trees, he guessed. നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട് അല്ലേ, കിളിയുടെ കൂട്. അപ്പോൾ അവൻ ഗസ് ചെയ്യാണ്, ഈ മഴ കാരണം തീർച്ചയായിട്ടും ഈ കാക്കകളുടെ കൂട് തകർന്ന് താഴെ വീണിട്ടുണ്ടാവും എന്ന്. ഓക്കെ, കം ഓൺ ഫാസ്റ്റർ, ഇറ്റ്സ് ടൈം ഫോർ ദ ബെൽ. അച്ഛൻ ഹസിൽഡ് ഹിം. ഹസിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അച്ഛൻ എന്താണ്? കം ഓൺ ഫാസ്റ്റർ, ഇറ്റ്സ് ടൈം ഫോർ ദ ബെൽ എന്ന് പറയാണ്. അതായത് വേഗം വരൂ, ബെല്ലടിക്കാൻ സമയമായി, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞ് അച്ഛൻ തിരക്ക് കൂട്ടുകയാണ്. ഓക്കെ, ആസ് ദേ എൻറ്റേർഡ് ദ സ്കൂൾ കോമ്പൗണ്ട് ഉണ്ണിക്കുട്ടൻസ് എക്സൈറ്റ്മെൻറ്റ് ഗേവ് വേ ടു നെർവസ്നെസ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഉണ്ണിക്കുട്ടൻ വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടി, ആവേശത്തോടു കൂടിയാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് എൻ്റർ ചെയ്തതിന് ശേഷം, പ്രവേശിച്ചതിന് ശേഷം അവൻ എന്താണ്, കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ടായി. നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി അല്ലേ. എക്സൈറ്റ്മെൻറ്റ് മാറിയിട്ട് എന്തായി? പേടിയായിട്ട് മാറി, നെർവസ്നെസ് ആയിട്ട് മാറി. എവറിത്തിങ് വാസ് ന്യൂ ടു ഹിം. അവിടെ എല്ലാം തന്നെ അവന് പുതിയതായിരുന്നു. ഇൻക്ലൂഡിങ് ദ ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഹൂ വർ മേക്കിംഗ് ഓൾ ദ നോയ്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ണിക്കുട്ടൻ എല്ലാം പുതിയതായിരുന്നു. അവിടെ 100 കണക്കിന് കുട്ടികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതടക്കം അവന് പുതിയ ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. ആസ് ദേ ക്ലൈംബ്ഡ് ദ സ്റ്റെപ്സ് ടു ദ വരാന്ത ഉണ്ണിക്കുട്ടൻ സോ ദ വാസ്റ്റ് എറേ ഓഫ് അംബ്രലാസ്. എന്താ പറഞ്ഞത്? ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കയറുക അല്ലേ. അപ്പോൾ ആസ് ദേ ക്ലൈംബ്ഡ് ദ സ്റ്റെപ്സ് ടു ദ വരാന്തയിലേക്കുള്ള സ്റ്റെപ്സ് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ സോ ദ വാസ്റ്റ് എറേ. എറേ മീൻസ് എന്താണ്? നിരയാണ് കേട്ടോ. എറേ ഓഫ് അംബ്രലാസ്. എന്തിൻ്റെ നിരയാണ്? കുടകളുടെ നിരയാണ് അല്ലേ. അപ്പോൾ ഉണ്ണിക്കുട്ടനും അവൻ്റെ അച്ഛനും കൂടെ വരാന്തയിലേക്കുള്ള സ്റ്റെപ്സ് കയറിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ എന്താണ്, ഇങ്ങനെ നിരനിരയായിട്ട് കുറേ അംബ്രലാസ്, കുടകൾ വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. സം വിത്ത് ഹുക്ക് ഹാൻഡിൽസ് ഹങ് ഓൺ ദ റാഫ്റ്റേഴ്സ് അണ്ടർ ദ റൂഫ്. റൂഫ് എന്ന് പറഞ്ഞാൽ മേൽക്കൂരയാണ്. റാഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുക്കോലാണ്. ഇത് പഴയ സ്കൂളാണ് കേട്ടോ, ഓടൊക്കെ മേഞ്ഞ സ്കൂളാണ്. അതുകൊണ്ടാണ് കഴുക്കോലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ റാഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുക്കോലാണ്. സം വിത്ത് ഹുക്ക് ഹാൻഡിൽസ് ഹങ് ഓൺ ദ റാഫ്റ്റേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ചില കുടകൾക്ക് എന്താണ്, തൂക്കിയിടാൻ പാകത്തിനുള്ള ഹാൻഡിൽസ്, ഹുക്ക് പോലെയുള്ള ഹാൻഡിൽസ് ആണുള്ളത്. അത് മേൽക്കൂരയുടെ താഴെയായിട്ടുള്ള കഴുക്കോലിൻ്റെ മുകളിലായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓപ്പൺ അംബ്രല്ലാസ് ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ് ഫിൽഡ് അപ്പ് ദ വരാന്ത. അപ്പോൾ എല്ലാവരും മഴയത്താണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട ചൂടിയാണ് എല്ലാവരും വന്നിട്ടുണ്ടാവുക അല്ലേ, കുട്ടികളെല്ലാവരും. അപ്പം അതുകൊണ്ട് തന്നെ കുടകൾ തുറന്നാണ് വെച്ചിട്ടുള്ളത് വരാന്തയിൽ. ബോത്ത് ഓഫ് ക്ലോത്ത് ആൻഡ് പാം ലീവ്സ്. ക്ലോത്ത് കൊണ്ടുള്ള കുടകളുമുണ്ട്, പാം ലീവ്സ് എന്ന് പറഞ്ഞാൽ പനയോലയാണ്. അപ്പോൾ പനയോല കൊണ്ടുള്ള കുടകളുമുണ്ട്,
പിന്നെ എന്താണ് ക്ലോത്ത്സ് കൊണ്ടുള്ള കുടകളും ഉണ്ട്. പണ്ടത്തെ കാലത്താണ് കേട്ടോ പനയോലക്കുടയൊക്കെ. അപ്പോൾ 2 തരത്തിലുള്ള കുടകളും വരാന്തയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദർ വർ സ്മോൾ പഡൽസ് ഓഫ് വാട്ടർ ഓൺ ദ ഫ്ലോർ. ഈ കുടയിൽ നിന്ന് വീണിട്ട് ചെറിയ വെള്ളക്കെട്ടുകൾ, പഡിൽസ് എന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടുകളാണ്, വെള്ളക്കെട്ടുകൾ വരാന്തയിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്ലോറിൽ നിലത്ത് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയറർ ദാൻ ദ പഡിൽസ് ഓൺ ദ റോഡ് ഉണ്ണിക്കുട്ടൻ തോട്ട്. റോഡിലുള്ള ചെളിവെള്ളക്കെട്ടുകളേക്കാൾ ക്ലിയറാണ് ഈ ഒരു ഫ്ലോറിലുള്ള പഡിൽസ് എന്ന് ഉണ്ണിക്കുട്ടൻ ചിന്തിച്ചു. ഓക്കെ. ഉണ്ണിക്കുട്ടൻ ഗെയ്സ്ഡ് അറ്റ് ദ അയൺ ഡിസ്ക് ആൻഡ് എ റോഡ് ടൈഡ് ടു ഇറ്റ് ഹാങ്ങിങ് ഫ്രം എ റാഫ്റ്റർ. റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴുക്കോലാണ് കേട്ടോ. ഗെയ്സ് മീൻസ് ഉറ്റുനോക്കുക അല്ലെങ്കിൽ നോക്കുക, വീക്ഷിക്കുക എന്നൊക്കെയുള്ളതാണ് മീനിങ് വരുന്നത്. അയൺ ഡിസ്കും പിന്നെന്താണ് ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പിയാണ്. അയൺ ഡിസ്ക് എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള ബെല്ലാണ്. പണ്ട് കാലത്ത് സ്കൂളിൽ ഉണ്ടായിരുന്ന ഇരുമ്പിൻ്റെ ബെല്ലിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് ബെല്ലടിക്കാനുള്ള ഒരു റോഡ്, ഒരു കമ്പിയുണ്ട്. അത് എവിടെ തൂക്കിയിട്ടിട്ടുണ്ട്? ആ കഴുക്കോലിൻ്റെ മുകളിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഉണ്ണിക്കുട്ടൻ നോക്കി എന്നാണ് പറയുന്നത്. അച്ഛൻ നോട്ടീസ്ഡ് ഉണ്ണിക്കുട്ടൻസ് ലുക്ക് ആൻഡ് സെറ്റ് ദാറ്റ് ഇസ് ദ സ്കൂൾ ബെൽ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ആ സ്കൂൾ ബെല്ലിലേക്ക് നോക്കുന്നത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ദ സ്കൂൾ ബെൽ, അതാണ് സ്കൂൾ ബെൽ എന്ന്. ഓക്കെ. ഓ, സോ ദിസ് വാസ് ദ ബെൽ അച്ഛൻ വാസ് ടോക്കിംഗ് അബൌട്ട്. അപ്പം അവനിങ്ങനെ ചോദിക്കുകയാണ്, ഓ ഇതായിരുന്നു അച്ഛൻ പറഞ്ഞ സ്കൂൾ ബെൽ എന്ന്. ഓക്കെ. അച്ഛൻ മുമ്പ് ഇവരോട് കഥ പറയുന്ന സമയത്ത് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരിക്കണം സ്കൂളിലെ ബെല്ലിനെ കുറിച്ച്. അപ്പം അവനതിങ്ങനെ ചിന്തിക്കുകയാണോ, ഇതായിരുന്നു അച്ഛൻ പറഞ്ഞ സ്കൂൾ ബെൽ എന്ന്. ഓക്കെ. എ മാൻ വിത്ത് ഗ്രേയിങ് ഹെയർ കെയിം ഔട്ട് ഓഫ് വൺ ഓഫ് ദ റൂംസ്. ഗ്രേയിങ് ഹെയർ എന്ന് പറഞ്ഞാൽ നരച്ച മുടി. അപ്പോൾ ഒരു നരച്ച മുടിയുള്ള ആൾ ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് അച്ഛൻ. അപ്പോൾ ആ വന്ന ആൾ അച്ഛന് കൈ കൊടുത്തു, ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഹി ദെൻ ലെഡ് ഉണ്ണിക്കുട്ടൻ ആൻഡ് അച്ഛൻ ടു എ റൂം ഇൻ ദ മിഡിൽ ഓഫ് ദ വരാന്ത. അദ്ദേഹം ഉണ്ണിക്കുട്ടനെയും അവൻ്റെ അച്ഛനെയും വരാന്തയുടെ മിഡിലുള്ള, നടുവിലുള്ള ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. ഹീ ഈസ് ദ ഹെഡ് മാസ്റ്റർ, അച്ഛൻ വിസ്പേർഡ് ടു ഉണ്ണിക്കുട്ടൻ ആസ് ദേ എൻറ്റേർഡ് ദ റൂം. അപ്പോൾ അവർ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത്, കയറുന്ന സമയത്ത് അച്ഛൻ പതിയെ, വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്കുക, പതിയെ പറയുക എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ പതിയെ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു കൊടുത്തു, ഇതാണ് നിൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന്. ഓക്കെ. ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ സാറ്റ് ഓൺ ചെയേഴ്സ് അക്രോസ് എ ടേബിൾ. അപ്പോൾ അച്ഛനും ഹെഡ് മാസ്റ്ററും ഒരു ടേബിളിൻ്റെ ഇരുവശത്തുമായിട്ട് ഇരുന്നു. ഉണ്ണിക്കുട്ടൻ സ്റ്റുഡ് ലീനിങ് അഗെയിൻസ്റ്റ് ദ ആം ഓഫ് ദ ചെയർ അച്ഛൻ സാറ്റ് ഓൺ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അച്ഛൻ ഇരിക്കുന്ന ആ ഒരു ചെയറിൻ്റെ ആ ഒരു ആം, കയ്യിൽ ആയിട്ട് ഇങ്ങനെ ചാരി നിന്നു. ദ ഹെഡ് മാസ്റ്റർ ബീംഡ് അറ്റ് ഉണ്ണിക്കുട്ടൻ. ഹെഡ് മാസ്റ്റർ ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ നോക്കി. ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്. എന്നിട്ട് ഉണ്ണിക്കുട്ടനോട് ചോദിച്ചു, ഹലോ യങ് മാൻ, യുവർ നെയിം പ്ലീസ്, നിൻ്റെ പേരെന്താണ് എന്ന്. PC ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവൻ്റെ പേര് പറഞ്ഞു. ദ ഹെഡ് മാസ്റ്റർ ലാഫ്ഡ്. വണ്ടർഫുൾ, സോ യു നോ യുവർ ഇനീഷ്യൽസ് ടു. അപ്പോൾ ഹെഡ് മാസ്റ്റർ അവനെ അഭിനന്ദിക്കുകയാണ്. കാരണം അവൻ്റെ പേരിൻ്റെ ഇനീഷ്യൽ കൂടെ ചേർത്താണ് പറഞ്ഞത്. PC ഉണ്ണിക്കുട്ടൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹെഡ് മാസ്റ്റർ ചിരിച്ചുകൊണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. വണ്ടർഫുൾ, സോ യു നോ യുവർ ഇനീഷ്യൽസ് ടു, നിനക്ക് നിൻ്റെ ഇനീഷ്യൽസ് കൂടെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. ദ ഹെഡ് മാസ്റ്റർ ഓപ്പൺഡ് എ രജിസ്റ്റർ ആൻഡ് റോട്ട് ഉണ്ണിക്കുട്ടൻസ് നെയിം ഇൻ ഇറ്റ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ സ്കൂളിലെ രജിസ്റ്റർ തുറന്നിട്ട് അതിൽ ഉണ്ണിക്കുട്ടൻ്റെ പേരെഴുതി. ഉണ്ണിക്കുട്ടൻ ലുക്ക്ഡ് ഔട്ട് ത്രൂ ദ വിൻഡോ ക്യൂരിയസ്ലി അറ്റ് ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ സ്കൂൾ യാർഡ് ആസ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് അച്ഛൻ ചാറ്റഡ്. അപ്പം അച്ഛനും ഹെഡ് മാസ്റ്ററും കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ അവിടെയുള്ള ഒരു വിൻഡോയിലൂടെ, ഒരു ജനാലയിലൂടെ പുറത്തേക്ക് അങ്ങനെ നോക്കുകയാണ്. വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിൽ, സ്കൂൾ യാർഡ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഗ്രൗണ്ടാണ്, ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുന്നത് ഇങ്ങനെ നോക്കി നിന്നു. ടിങ് ടിങ്, സ്കൂൾ ബെല്ലടിച്ച ശബ്ദമാണ് കേട്ടോ. ദ റിങ്ങിങ് ഓഫ് ദ സ്കൂൾ ബെൽ സ്റ്റാർട്ടിൽഡ് ഉണ്ണിക്കുട്ടൻ. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിവിറച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പോയി എന്നുള്ള മീനിങ് ആണ്. അപ്പം പെട്ടെന്ന് സ്കൂൾ ബെല്ല് കേട്ട സമയത്ത് ഉണ്ണിക്കുട്ടൻ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അവൻ ആ ഒരു വിൻഡോയിലൂടെ പുറത്ത് കുട്ടികൾ കളിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും ഒന്ന് പേടിച്ചു പോകും. അതേപോലെ ഉണ്ണിക്കുട്ടനൊന്ന് ഞെട്ടിപ്പോയി. അച്ഛൻ ഗോട്ട് അപ്പ് ഹറിഡ്ലി. അച്ഛൻ അവിടുന്ന് തിരക്ക് കൂട്ടി എഴുന്നേറ്റു. താങ്ക് യു സർ, ഗുഡ് ഡേ, ഹീ സെഡ് ടു ദ ഹെഡ് മാസ്റ്റർ.
അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് തിരക്കൂട്ടി എഴുന്നേറ്റിട്ട് അവിടെയുള്ള ഹെഡ് മാസ്റ്ററിനോട് എന്താണ് പറയുന്നത്, താങ്ക് യു പറയുന്നുണ്ട്, ഗുഡ് ഡേ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പം ഹെഡ് മാസ്റ്റർ തിരിച്ചും ഗുഡ് ഡേ എന്ന് വിഷ് ചെയ്യുന്നു, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. അച്ഛൻ ടുക്ക് ഹിം ടു എ ക്ലാസ് റൂം വിച്ച് വാസ് ഓൾറെഡി ഫുൾ ഓഫ് നൊവൈസസ് ലൈക്ക് ഉണ്ണിക്കുട്ടൻ. നൊവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വിദ്യാർത്ഥികൾ, നവവിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, അച്ഛൻ ഉണ്ണിക്കുട്ടനെ ഒരു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉണ്ണിക്കുട്ടനെ പോലെ തന്നെ ഒരുപാട് പുതിയ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അച്ഛൻ പോയിൻറ്റഡ് ടു ദ ടീച്ചർ, ഷീ ഈസ് രാധ ടീച്ചർ, ഷീ വിൽ ബി യുവർ ക്ലാസ് ടീച്ചർ. അപ്പോൾ അച്ഛൻ ഒരു ടീച്ചറിനെ ഇങ്ങനെ ചൂണ്ടിക്കാട്ടി കൊടുത്തു. എന്നിട്ട് പറയാണ് ഷീ ഈസ് രാധ ടീച്ചർ. ടീച്ചറിൻ്റെ പേരെന്താണ്, രാധ എന്നാണ്. അപ്പോൾ ഇതാണ് രാധ ടീച്ചർ, ഷീ വിൽ ബി യുവർ ക്ലാസ് ടീച്ചർ. ഇവരായിരിക്കും നിൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് അച്ഛൻ ഉണ്ണിക്കുട്ടനോട് പറഞ്ഞു കൊടുത്തു. രാധ ടീച്ചർ സോ ദം ആൻഡ് കെയിം ഔട്ട്. അപ്പം രാധ ടീച്ചർ ഇവർ വരുന്നത് കണ്ട് പുറത്തേക്ക് വന്നു. കം ഓൺ, ഷീ ടുക്ക് ഉണ്ണിക്കുട്ടൻസ് ഹാൻഡ് ആൻഡ് ലെഡ് ഹിം ഇൻ ടു ദ ക്ലാസ് റൂം. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിക്കുട്ടൻ്റെ കൈ പിടിച്ച് അവനെ ക്ലാസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ്സും അവൻ്റെ പുതിയ കൂട്ടുകാരെയും ടീച്ചറിനെയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ലുക്ക് ഹിയർ ചിൽഡ്രൻ, രാധ ടീച്ചർ സ്പോക്ക് ടു ഉണ്ണിക്കുട്ടൻസ് ക്ലാസ്മേറ്റ്സ്, യു ഹാവ് എ ന്യൂ ഫ്രണ്ട്, ഹീ ഈസ് ഉണ്ണിക്കുട്ടൻ. അപ്പോൾ എന്താണ്, ടീച്ചർ കുട്ടികളോട് പറയാണ്, ലുക്ക് ഹിയർ ചിൽഡ്രൻ, കുട്ടികളെ ഇവിടെ നോക്കൂ, രാധ ടീച്ചർ സ്പോക്ക് ടു ഉണ്ണിക്കുട്ടൻസ് ക്ലാസ്മേറ്റ്സ്. ടീച്ചർ ആരോടാണ് സംസാരിക്കുന്നത്, ഉണ്ണിക്കുട്ടൻ്റെ ക്ലാസ്മേറ്റ്സിനോടാണ്. യു ഹാവ് എ ന്യൂ ഫ്രണ്ട്, നിങ്ങൾക്ക് ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഹീ ഈസ് ഉണ്ണിക്കുട്ടൻ, അവൻ്റെ പേരെന്താണ്, ഉണ്ണിക്കുട്ടൻ എന്നാണ്. ഫോർ എ മൊമെൻറ്റ് ഉണ്ണിക്കുട്ടൻ ബിക്കെയിം ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇൻ ദ ക്ലാസ് റൂം. അപ്പോൾ ഒരു നിമിഷത്തേക്ക് ഉണ്ണിക്കുട്ടൻ ആ ഒരു ക്ലാസ്സിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ട് മാറി. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉണ്ണിക്കുട്ടനെ ടീച്ചർ പരിചയപ്പെടുത്തിയ സമയത്ത് കുട്ടികളെല്ലാവരും തന്നെ ഉണ്ണിക്കുട്ടനെ തന്നെയാണ് നോക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, കുട്ടികളെല്ലാവരും ആരെയാണ് നോക്കിയത്, ഉണ്ണിക്കുട്ടനെയാണ്. ഓക്കെ, യു ക്യാൻ സിറ്റ് ഓവർ ദെയർ, രാധ ടീച്ചർ പോയിൻറ്റഡ് ടു എ ബെഞ്ച്. അപ്പോൾ ടീച്ചർ ഒരു ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിട്ട്, ഏത് ടീച്ചറാണ്, രാധ ടീച്ചറാണ് കേട്ടോ, നിനക്ക് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ വാക്ക്ഡ് സ്ലോലി ടു ദ ബെഞ്ച് ഇൻ ദ മിഡിൽ റോ ആൻഡ് സാറ്റ് ഡൗൺ. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പതിയെ മിഡിൽ റോയിലുള്ള ആ ബെഞ്ചിലേക്ക് നടന്നു ചെന്ന് അവിടെ ഇരുന്നു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ഹിസ് ലൈഫ് ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ടുള്ള അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദിവസമായിരുന്നു അത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.